നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 27, 28 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ 2025 മാർച്ച് 26 വൈകിട്ട് 3:14 PM മുതൽ മാർച്ച് 28 വൈകിട്ട് 4:47 PM വരെ ഉള്ള സമയത്താണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇത് പറയുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യം പറയാം. അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. ദയവായി ദക്ഷിണയായിട്ട് ഞങ്ങൾ പണം ചോദിക്കുന്നില്ല, അതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. ആദ്യം മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് അത്യധിക ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. സൂര്യനും സർപ്പവും അഷ്ടമത്തിലാണ്, 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ്. സൂര്യനും സർപ്പവും പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ഇവർ പാർവതി സമേതനായ ശിവഭഗവാൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളിൽ പരമാവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവർക്ക് നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല. വ്യാഴം, ചൊവ്വ, ശനി, ബുധൻ, ശുക്രൻ ഇവയെല്ലാം അനുകൂലമാണ്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണ്. എങ്കിലും തൊഴിൽ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സർപ്പം അഥവാ രാഹു വ്യയസ്ഥാനത്ത് നിൽക്കുകയാണ്, 12ാം ഭാവത്തിൽ. അപ്പോൾ ഇവർ സർപ്പ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും നടത്തുക, അതുപോലെ തന്നെ പുള്ളുവൻ പാട്ട് പാടിക്കുക തുടങ്ങിയ വഴിപാടുകൾ നേരുക. ഗുണവർദ്ധന ഉണ്ടാവും ഈ ദിവസങ്ങൾക്ക്. ഇവർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളും, അതായത് സർവകാര്യ വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഇതൊക്കെ നേടാൻ ശ്രമിക്കാം. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അതുപോലെ തന്നെ വാഹന ലാഭം, നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരമൊരുങ്ങും. ശയനസുഖം, ഭക്ഷണസുഖം, ആഭരണ ലാഭം, വസ്ത്രലാഭം, ഗൃഹലാഭം, ഇതെല്ലാം തന്നെ ഒരു മനുഷ്യന് ആവശ്യമുള്ള നേട്ടങ്ങൾ മുഴുവൻ നേടിയെടുക്കാവുന്ന ദിവസങ്ങളാണ് മേടം രാശിക്ക് 27, 28 തീയതികൾ. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്കും അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ്. എങ്കിലും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ തന്നെ അനുകൂലമായതിനാൽ, 7 ഗ്രഹങ്ങൾ അനുകൂലമായതിനാൽ ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. പ്രധാനമായിട്ടും തൊഴിൽ വിജയം ഇവർക്കുണ്ടാവും. സൂര്യൻ അനുകൂലമാണ്, 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, ബുധനും അനുകൂലമാണ്. അപ്പോൾ ബുധാദിത്യ യോഗം വന്നിട്ട് ഇവർക്ക് ഈ മാസം മുഴുവൻ, അതായത്
മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ നേട്ടം ഉണ്ടാവും, പിതൃഗുണവും ഉണ്ടാവും, സന്താന ഗുണം, അതുപോലെ പരീക്ഷ ഇൻ്റർവ്യൂ ഇവയിലെല്ലാം നേട്ടം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ശനിയും കർമ്മഭാവത്തിൽ സ്വക്ഷേത്രബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് കണ്ടകശനി ആണെങ്കിലും ഇവർക്ക് തൊഴിൽ ഭാഗ്യം ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. ഇടവൻ രാശിക്ക് പ്രധാനമായിട്ടും വ്യാഴാഴ്ച ഇവർ എല്ലാ ദിവസവും ശിവക്ഷേത്രങ്ങളിൽ പോകാൻ ശ്രമിക്കുക. നിർബന്ധമായിട്ടും ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിപ്പിക്കുക. അതുപോലെ അലങ്കാരപ്രിയനായ വിഷ്ണു ഭഗവാന് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഏറ്റവും വലിയ ഒരു തുളസിമാല സമർപ്പിക്കുക. മറ്റ് അർച്ചനകളും നടത്തുക. തീർച്ചയായിട്ടും ഗുണവർദ്ധന ഉണ്ടാവും. ഈ ദിവസങ്ങളിൽ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇടവൻ രാശിക്ക് ഈ ദിവസങ്ങൾ. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് പ്രതികൂലമായിട്ട് കൂടുതൽ ഗ്രഹങ്ങളില്ല. ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്, ജന്മത്തിൽ ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം, ഭസ്മാഭിഷേകം തുടങ്ങിയ അർച്ചനകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ തരുന്നു. സൂര്യനും ബുധനും അനുകൂലമായിട്ട് കർമ്മഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ഭാഗ്യം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഈ ദിവസങ്ങൾ ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക മിഥുനം രാശിക്കാർ. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം പൂയായില്ല. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി, ചൊവ്വ, ചന്ദ്രൻ, 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽപ്പുണ്ട്. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു ദൈവാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് ഇവർക്ക് പൊതുവെ ദോഷാധിക്യമൊക്കെ മാറിക്കിട്ടും. അഷ്ടമത്തിലാണ് ചന്ദ്രനും ശനിയും നിൽക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ഇവർ പാർവതി സമേതനായ ശിവഭഗവാൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച നിർബന്ധമായിട്ടും പോവുക. അതുപോലെ തന്നെ അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് ഉള്ള ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച നീരാഞ്ജനം കത്തിക്കുക. ശിവഭഗവാന് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ജലധാര നടത്തുക. അതുപോലെ ഇവർക്ക് ഒരു പരിധിവരെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. പൊതുവെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഞങ്ങൾ ഫലം പറയുന്നത്. ഇനി ചിങ്ങം രാശി. മകം, പൂര, ഉത്ര ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് സൂര്യനും സർപ്പവും അഷ്ടമത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ തടസ്സം പ്രതീക്ഷിക്കുക. അതൊക്കെ മാറാൻ ഞായറാഴ്ച, ശനിയാഴ്ച, തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും അതുപോലെ തന്നെ പുള്ളവും പാട്ട്, അത് മാസത്തിൽ ഒരിക്കലെങ്കിലും, ആയില്യം വരുന്ന ദിവസത്തിലെങ്കിലും അവിടെ അഭിഷേകം കാണുക, മുഴുവൻ ദർശിക്കുക. അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവർക്ക് ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങളിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ഒരു പരിധി വരെ ഇവർക്ക് ഈ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതുപോലെ ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായതിനാൽ
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പരീക്ഷ, ഇൻ്റർവ്യൂ ഇവയിലൊക്കെ വിജയമുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങൾ. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ശനി, വ്യാഴം, ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഒരുമിച്ച്. അതുകൂടാതെ ഇവിടെ ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കേതു മാത്രമാണ് ഡയറക്റ്റായിട്ട്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ ഈ ശനി, വ്യാഴം, ചൊവ്വ ഇത് 3ൻ്റെയും ഒരുമിച്ചുള്ള അനുകൂലാവസ്ഥ തീർച്ചയായിട്ടും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനപരമുണ്ടാവും. അതുപോലെ തന്നെ സർവകാര്യ വിജയം എല്ലാ രംഗങ്ങളിലും ഇവർക്ക് പ്രതീക്ഷിക്കാം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ചന്ദ്രൻ അനുകൂലമല്ല. എങ്കിലും ഇവർക്ക് ശനി ഈ 29-ാം തീയതി രാത്രി 10 മണിക്ക് 10:39 PM അനുകൂലമായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങും. ഇവർക്ക് തൊഴിൽ ഭാഗ്യം മീനം മാസം മുഴുവൻ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം, അതുപോലെ തന്നെ 5-ാം ഭാവത്തിൽ ഇപ്പോൾ ശനി വലിയ കൂടിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകില്ലെങ്കിലും 5-ാം ഭാവത്തിലെ ശനി ഇവിടെ സ്വക്ഷേത്രപരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ശനി ദോഷം കുറഞ്ഞിരിക്കുന്നു മാത്രമല്ല നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ 2 ദിവസങ്ങൾ. 29-ാം തീയതി തൊട്ട് ഇവർക്ക് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് ശനി ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് വരികയാണ്. തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഇവർക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ വരാനുള്ള സാധ്യതയാണ് ഞങ്ങൾ പ്രവചിക്കുന്നത് 29 മുതൽ. ഇനി വൃശ്ചികം രാശി നോക്കാം. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ശനിയാഴ്ച ഇവർ തീർച്ചയായിട്ടും ശിവക്ഷേത്രങ്ങളിൽ അതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴം 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ഇവർക്ക് ദാമ്പത്യ സുഖം, അതുപോലെ ബന്ധങ്ങളിൽ ഇവർക്ക് ഊഷ്മളത അനുഭവിക്കാൻ പറ്റും. അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. വ്യാഴവും ശുക്രനും ഒരുമിച്ച് അനുകൂലമാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും, സുദൃഢമാവും, നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പക്ഷേ ഇവർക്ക് പ്രതികൂലമായിട്ട് വ്യാഴം മാത്രമാണ് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട്. 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അത് ശനി ഇവർക്ക് അനുകൂലമാണ്. ഈ 28-ാം തീയതി വരെ, 29-ാം തീയതി രാത്രി ഇവർക്കത് പ്രതികൂലമായിട്ട് കണ്ടകശനി തുടങ്ങിയാണ്. എങ്കിൽ ഇവിടെ ഈ 2 ദിവസങ്ങളിൽ അനുകൂലമാണ് ശനി. അപ്പോൾ ഈ ദിവസങ്ങളിൽ സർവകാര്യ വിജയം ഏത് രംഗത്തും ഇവർക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബുധനും ശുക്രനും ഒരുമിച്ച്
അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പരീക്ഷ ഇൻ്റർവ്യൂ ഇവയിൽ വിജയമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലങ്ങളെയാണ് പറയുന്നത്. ഇനി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. എങ്കിലും ചന്ദ്രൻ ഇവിടെ അനുകൂലമല്ല. ഇവർക്ക് ചൊവ്വ, വ്യാഴം, സൂര്യൻ, അതുപോലെ രാഹു ഇവയൊക്കെ അനുകൂലമാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ട് ഗുണമുണ്ടാവും. പിതൃസ്വത്ത് ലഭിക്കാം. സന്താനങ്ങൾ വഴി നേട്ടമുണ്ടാവാം. മീനമാസം മുഴുവൻ തൊഴിൽ രംഗത്ത് അനുകൂലമായ സംഭവങ്ങളുണ്ടാവും. അതുപോലെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. ശുക്രന് അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും. അതുപോലെ തന്നെ ഇവർക്ക് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്കത് മറികടക്കാൻ പറ്റും. മകരം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. വ്യയസ്ഥാനത്ത് 12ാം ഭാവത്തിൽ ഇവർക്ക് 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച ഇവർ ശിവക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലുമൊക്കെ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒരു പരിധിവരെ ഉണ്ടാവും. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം സൂര്യൻ, രാഹു, ചൊവ്വ, ശനി തുടങ്ങിയ പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഡയറക്റ്റായിട്ട് ശുക്രൻ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത്. ഇവർ തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ച് ഇവർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മാറിക്കിട്ടുന്നതാണ്. ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാം. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 27/3/2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 7, 2, 5, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 28/3/2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 8, 2, 9, 3 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 27-ാം തീയതി രാവിലെ 4:49 AM മുതൽ രാവിലെ 5:37 AM വരെ 27-ാം തീയതി ബ്രഹ്മമുഹൂർത്തമാണ്. 28-ാം തീയതി രാവിലെ 4:48 AM മുതൽ രാവിലെ 5:36 AM വരെയാണ് 28-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി അഭിജിത്ത് മുഹൂർത്തം നോക്കാം. 27, 28 തീയതികളിൽ ഉച്ചയ്ക്ക് 12:03 PM മുതൽ ഉച്ചയ്ക്ക് 12:51 PM വരെയാണ് 27, 28 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം നോക്കാം. 27-ാം തീയതി ഉച്ചയ്ക്ക് 1:57 PM മുതൽ ഉച്ചയ്ക്ക് 3:28 PM വരെയാണ് 27-ാം തീയതി രാഹുകാലം. 28-ാം തീയതി 10:56 AM മുതൽ 12:27 PM വരെ 28-ാം തീയതി രാഹുകാലമാണ്. അപ്പോൾ രാഹുകാലത്തിൽ യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ ഭാഗ്യ നിറങ്ങൾ. 27-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 28-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്,
അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.